ഇത് ഹനോയിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. സെക്കൻഡ് ഡേ ക്രൂസിലായിരുന്നു ഫുൾ ഡേ അറേഞ്ച് ചെയ്തിരുന്നത്. ക്രൂസിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ഹാലോങ് ബേയിലാണ് നമുക്ക് എത്തേണ്ടത്. അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു ചെറിയൊരു ടെമ്പോ ട്രാവലറാണ്. ആ ടെമ്പോ ട്രാവലറിൽ ഇന്ത്യൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത്. മഹാരാഷ്ട്ര, അതുപോലെ ഗുജറാത്ത്, അങ്ങനെ 2 സ്റ്റേറ്റിൽ നിന്നുള്ള ഇന്ത്യൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു അവരോട് സംസാരിച്ച്. നമുക്ക് പുറത്തൊരു രാജ്യത്ത് ചെന്ന് കഴിയുമ്പോൾ ഇന്ത്യൻസിനെ കാണുമ്പോൾ അല്ലെങ്കിൽ മലയാളികളെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വികാരമാണല്ലേ, ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരോടും സംസാരിച്ച് 4 ബോയ്സ് മാത്രം ഉണ്ടായിരുന്നു. IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരായിരുന്നു അവർ. പിന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അങ്ങനെ അത്രയും പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും ഉണ്ടായിരുന്നു, ഒരു ടെമ്പോ ട്രാവലർ, പിന്നെ ഒരു ഗൈഡും ഉണ്ട് കേട്ടോ കൂടെ. ഫുൾ ടൈം നമ്മുടെ കൂടെ ഗൈഡും ഉണ്ടാവും. ഇതുപോലുള്ള ടൂർ പാക്കേജസ് ആകുമ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എത്രയൊക്കെ പറഞ്ഞാലും വേറൊരു രാജ്യത്തെ കാഴ്ചകൾ നമുക്ക് എപ്പോഴും തന്നെ കൗതുകമാണല്ലേ. ആ പോകുന്ന വഴികളും 2 സൈഡിലുള്ള കാഴ്ചകളും. ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പാസ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും കേട്ടോ എനിക്ക് അയ്യോ അത് കവർ ചെയ്യാൻ പറ്റിയില്ലല്ലോ, ക്യാമറയിൽ അത് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. പക്ഷെ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടോ, നല്ല 4 വേ ആണ്. അപ്പോൾ നമുക്ക് സുഖമായിട്ട് പോകാം കേട്ടോ. അങ്ങനെ പക്ഷെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നേ. ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്യണമായിരുന്നു ഈ ഹാലോങ് ബേയിലേക്ക് എത്താനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഹാലോങ് ബേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തിക്കഴിയുമ്പോൾ ബാക്കി വിശേഷങ്ങൾ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹാലോങ് ബേയിൽ എത്തിയിട്ടോ. എത്തിക്കഴിയുമ്പോൾ കണ്ടില്ലേ എത്രമാത്രം ടൂറിസ്റ്റ് ബസ്സുകളാണെന്നറിയോ. അത്ര അധികം ആൾക്കാരും ഉണ്ട് കേട്ടോ. നല്ല തിരക്കായിരുന്നു. ഇവിടെ എൻട്രൻസായി. എൻട്രൻസിനകത്തൂടെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഗൈഡ് ഉണ്ടാവും. ഗൈഡിൻ്റെ ഇൻസ്ട്രക്ഷൻസ് പാലിച്ചിട്ട് മാത്രമേ നമുക്ക് അകത്തേക്ക് പോകാനും എല്ലാം പറ്റുള്ളൂ കേട്ടോ. നമുക്കവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള പെർമിഷനും ഇല്ല. ക്രൂയിസിനടുത്തേക്ക് എത്രയും വേഗം എത്തുക, അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ആദ്യം കണ്ട എൻട്രൻസിലൂടെ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ കുറേ ഷോപ്സും ഇതെല്ലാം കഴിഞ്ഞ് ഇത് കണ്ടത് പുറത്തേക്കൊരു വഴിയുണ്ട്. അതിലേ വേണം പുറത്തേക്ക്. ഇതാണ് നമ്മുടെ ഗൈഡ് കേട്ടോ. കൈ കാണിക്കുന്നുണ്ടോ, ഇതാണ് ഗൈഡ്. ഓരോയിടത്തും ഇത് കണ്ടോ ഗൈഡ് ഇതുപോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒപ്പമല്ലാതെ നമുക്ക് ക്രൂസിലേക്ക് പോകാൻ പറ്റില്ല. ഇതാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന വണ്ടി കേട്ടോ. ഈ വണ്ടിയിൽ ആണ് ഞങ്ങളെ കൊണ്ടുപോകുന്ന യെല്ലോ കളറ് വണ്ടിയിലാണ് നമ്മളോട് കയറാൻ പറഞ്ഞത്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ കിടക്കുന്ന വണ്ടിയിലാണ് എന്നിട്ട് കയറിയിരുന്നത് കേട്ടോ. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാവരും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യൻസാണ്. ഷിപ്പിൽ വേറെ ആളുകളുണ്ടാവുമോ എന്നറിയില്ല. ഇതിപ്പോൾ കൂടെ ഉള്ളവരെല്ലാവരും ഇന്ത്യൻസാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും തന്നെ വണ്ടിയിലേക്ക് കയറുകയാണ് കേട്ടോ. വണ്ടിയിലേക്ക് കയറിയതിന് ശേഷം ഡ്രൈവർ വണ്ടി എടുത്തു. ഇത് കണ്ടോ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് കേട്ടോ ഇത്. എവിടെ നോക്കിയാലും വെള്ളത്തിൽ ക്രൂയിസ് മാത്രമേ ഉള്ളൂ കാണാനായിട്ട് കേട്ടോ. ചില ഷിപ്പ് കുറച്ച് വെള്ളത്തിൻ്റെ നടുക്കിലേക്ക് പോകുന്നുണ്ട്. ചിലത് കൂടുതലും വെള്ളത്തിന് അരികത്ത് അവർ നിർത്തിയിട്ടേക്കാണ് കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. വെക്കേഷനൊന്നും ആയിരുന്നില്ല, പക്ഷെ എന്നിട്ടും കൂടി നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. കണ്ടോ എന്തൊരു ഭംഗിയാണ് നോക്കൂ കാണാനായിട്ട്. നമുക്ക് പോകാനുള്ള ക്രൂയിസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഹാലോങ് ഡയമണ്ട് ക്രൂയിസ്. ഇതാണ് കേട്ടോ നമ്മുടെ ഷിപ്പ്. അതിൻ്റെ അടുത്ത് എത്താറായി. ഇതാണ്ടോ ഹാലോങ് ഡയമണ്ട് ക്രൂയിസ്. അവിടെ എത്താറായി. ഇനി ഞങ്ങൾ അതിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നും പോയിട്ടുണ്ട് കേട്ടോ ഷിപ്പിൽ. എന്നാലും ഓരോ പ്രാവശ്യവും ഓരോ ഷിപ്പിലെ എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അതിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. കയറി കഴിയുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ കണ്ണിൽ ഉടക്കുന്നത് എന്താണെന്നറിയോ? ഇതാണ് കേട്ടോ. നമ്മുടെ ലഞ്ച് റെഡിയാണ്. ശരിക്കും ഭയങ്കര കളർഫുള്ളായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ലഞ്ചായിരിക്കും ആദ്യം കാണുക കേട്ടോ. പിന്നെ നിറയെ ആളുകളുണ്ടായിരുന്നു ഷിപ്പിൽ.
നമുക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ, ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഞങ്ങളായിരുന്നു തോന്നുന്നു ലാസ്റ്റ്. ഗുജറാത്തിൽ നിന്നൊരു ഫാമിലിയും പിന്നെ 4 പേരുണ്ടായിരുന്നത് ബോംബെയിൽ നിന്നായിരുന്നു കേട്ടോ. എല്ലാവരുമായിട്ടും സംസാരിച്ചും ഷിപ്പിലെ യാത്ര എന്തായാലും ഭയങ്കര രസകരമായിരുന്നു. സമയം പോയതേ അറിഞ്ഞില്ല. ഇത് ഷിപ്പിലെ ഒരു സ്റ്റാഫാണ് കേട്ടോ. അദ്ദേഹം നമുക്ക് ഷിപ്പിലെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നേ. ഷിപ്പിൽ ഓരോ 3 ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ആ 3 ഡെസ്റ്റിനേഷൻസിൽ നമ്മൾ ഇറങ്ങുന്നത്, അതിൽ സ്പെൻഡ് ചെയ്യുന്ന എത്ര സമയം സ്പെൻഡ് ചെയ്യാം, ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം എന്നുകൂടി അദ്ദേഹം പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുറത്തു പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പുറത്തേക്കുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇത് ഗ്ലാസ്സിൽ നിന്നുള്ള ഗ്ലെയർ അടിക്കുന്നുണ്ട്. നമ്മുടെ ഷിപ്പിനകത്ത് ലൈറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണുന്നത്. അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ ഫുഡ് കൗണ്ടർ ഓപ്പണായി. അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകും. ആദ്യം കണ്ടത് കുറേ പലതരം സോസുകളാണ്. പിന്നെ ഇത് നമ്മുടെ കക്കയാണ് കേട്ടോ. കക്കയൊക്കെ തൊണ്ടോട് കൂടി തന്നെ ഇട്ടേക്കുന്നത്, ഷെല്ലോട് കൂടി തന്നെയാണ് കേട്ടോ കക്ക ഇട്ടിരിക്കുന്നത്. വലിയ ഷെല്ലുള്ള കക്കയാണ് കേട്ടോ. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. ഗ്രിൽഡ് ഓയിസ്റ്ററാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു, നൂഡിൽസ് ഉണ്ടായിരുന്നു, പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു, അതുപോലെ പുലാവ്, കുറച്ച് അധികം തന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ ഉണ്ടായിരുന്നു, ഫിഷ് ഉണ്ടായിരുന്നു, ക്രാബ് ഉണ്ടായിരുന്നു, ഷ്രിംപ് ഉണ്ടായിരുന്നു, പിന്നെ പലതരം സോസേജസ്. അത് പോർക്കും ഉണ്ട്, ചിക്കനും ഉണ്ട്. ഗ്രിൽഡ് ജർമ്മൻ സോസേജ്, ഇറ്റാലിയൻ സോസേജ്, സ്പാനിഷ് സോസേജ്, ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സോസേജസ് ഉണ്ടായിരുന്നു. പിന്നെ കൂടുതൽ സാലഡ്സ് ഉണ്ടായിരുന്നു. വെജിറ്റബിൾസ് സെപ്പറേറ്റ് എന്താ പറയുക, ആവിയിൽ ബോയിൽ ചെയ്തിട്ട്, ആവിയിൽ പുഴുങ്ങി സ്റ്റീം ചെയ്തിട്ട് വെച്ചു. പിന്നെ കൂടുതൽ ഉള്ളത് എന്താ അറിയോ, ഫ്രൂട്ട്സ് ആയിരുന്നു കേട്ടോ. ഫ്രൂട്ട്സ് ഇവിടെ മെയിനാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇവർ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലീഫി വെജിറ്റബിൾസും ഒരുപാട് കഴിക്കും കേട്ടോ. പിന്നെ കുറേ ബ്രെഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് പോർക്കാണ് കേട്ടോ. പോർക്ക് സ്ലൈസ് ചെയ്തിട്ട് എന്നുവെച്ചാൽ മിൻസ്ഡ് പോർക്ക് അതായിരുന്നു. പിന്നെ കുറേ പലതരം ഡിഷസ് ഉണ്ടായിരുന്നു. ഡെസേർട്ട്സ് ഉണ്ടായിരുന്നു. ഓരോ കൺട്രിയിലും ഓരോ തരം ഫുഡായിരിക്കുമല്ലോ. എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു കേട്ടോ. ടേസ്റ്റ് ചെയ്ത് പുഡിങ്ങാണ്. ഫ്രൂട്ട്സ് ഒരുപാടുണ്ടായിരുന്നു, പലതരം ഫ്രൂട്ട്സ്. നമുക്ക് ഇപ്പോൾ മെയിൻ കോഴ്സ് എടുത്തില്ലെങ്കിലും കൂടി ഫ്രൂട്ട്സ് കഴിച്ചാൽ നന്നായിട്ട് വിശപ്പ് കണ്ടോ. സാലഡ്സ് നന്നായിട്ട് വിശപ്പ് മാറും. അതുകൊണ്ട് ഇത് കണ്ടോ, ഒരുപാടുണ്ട് കേട്ടോ. ഷിപ്പിലെ ഫുഡ് ഷിപ്പിൽ പോയവർക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫുഡ് ഐറ്റംസ് അവർ സെർവ് ചെയ്തായിരുന്നു. നല്ല ഫുഡെല്ലാം നന്നായിരുന്നു, വളരെ ടേസ്റ്റി ആയിരുന്നു ഫുഡെല്ലാം. ഞാൻ ഈ ഒരു ഇതാണ് കേട്ടോ എടുത്തത്, സൂപ്പ്. അതുപോലെ അത് ഡ്രിങ്ക്സ് ഒന്നും അല്ല കേട്ടോ, റെഡ് കളറിലെ വെള്ളമായിരുന്നേ. ഞാനതാണ് കേട്ടോ കഴിച്ചത്. ഫുഡ് കഴിച്ചതിന് ശേഷം എല്ലാവരും വീണ്ടും സീറ്റിലും അതുപോലെ ഡെക്കിലും ഒക്കെ ആയിട്ട് സമയം ചിലവഴിച്ചു കേട്ടോ. അപ്പോഴേക്കും ക്രൂയിസിലെ സ്റ്റാഫ് അനൗൺസ് ചെയ്തു, ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ സൺസോട്ട് കേവ് എത്താറായി എന്ന് പറഞ്ഞു. 40 മിനിറ്റ്സാണ് ആ കേവ് കവർ ചെയ്യുന്നതിന് നമുക്കവർ തരുന്ന സമയം. ഒരു എൻട്രൻസ് ഉണ്ട്, അതിലൂടെ കയറിയിട്ട് അപ്പുറത്ത് ഏകദേശം 2.5 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ആ കേവിന്. ആ കേവിൻ്റെ അകത്തൂടെ നമുക്ക് നടന്ന് അപ്പുറത്തെ സൈഡിലെത്താം. ഫസ്റ്റ് ഒരു സൈഡിലാണ് എൻട്രൻസിൻ്റെ അവിടെ ക്രൂയിസ് നിർത്തി തരും. അവിടെ നിന്ന് നമ്മളെല്ലാവരും ഇറങ്ങും, ഇൻക്ലൂഡിങ് ഈ സ്റ്റാഫും നമ്മുടെ ഒപ്പം വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഗൈഡും ഉണ്ടാവും. അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് പോയിട്ട് അപ്പുറത്തെ വശത്ത് തിരികെ കേവിൻ്റെ മറ്റേ സൈഡിലാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. കേവിൽ എന്തെല്ലാം കാണാനുണ്ട്, എന്തൊക്കെയുണ്ട് എന്നെല്ലാം പറഞ്ഞു തന്നു. ഞാൻ കേവിനകത്തെത്തിയിട്ട് അതെല്ലാം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഹാലോങ് ബേ അഥവാ ഹാലോങ് ഉൾക്കടൽ അത് ഫേമസ് ആയിരിക്കുന്നത് ലൈം സ്റ്റോൺ മൗണ്ടൻസിനാണ് കേട്ടോ. ചുണ്ണാമ്പ് കല്ല് കൊണ്ട് ഉള്ള മൗണ്ടൻസ്.
അത് ഒരുപാട് തൗസൻഡ്സ് ഓഫ് മൗണ്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഹാലോങ് ബേയിൽ. അപ്പോൾ നമ്മൾ 1-2 മൗണ്ടൻസ് കാണാൻ പോകുന്നുണ്ട്. ഡെസ്റ്റിനേഷൻസ് ആയിരുന്നു കേട്ടോ അവർ നമ്മൾ പറഞ്ഞിരുന്നത്. അതിൽ ഒരു ഡെസ്റ്റിനേഷൻ ഇതാണ് സംഗ്സോട്ട് കേവ്. ഇത് വലിയൊരു മൗണ്ടനാണ്. ആ മൗണ്ടൻ്റെ മുകളിൽ, ഏകദേശം മുകളിലേക്ക് വരെ നമ്മൾ കയറുന്നുണ്ട്. ഇപ്പോൾ ഒരു കയറി കഴിഞ്ഞതിന് ശേഷം അവിടെയാണ് ഈ കേവ് വരുന്നത് കേട്ടോ. ആ കേവിനകത്ത് കൂടെ നമുക്ക് പോകാൻ പറ്റും. 1 കിലോമീറ്റർ നടന്നതിന് ശേഷം മാത്രമാണ് കേവിൻ്റെ മറ്റേ അറ്റത്ത് എത്താൻ പറ്റുള്ളൂ. എത്ര പ്രായമായവർ ആയാലും കൂടി നമുക്ക് ആ സ്റ്റെപ്സ് കയറിയേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഷിപ്പിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഷിപ്പിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഷിപ്പ് വരുന്നത് മറ്റേ സൈഡിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ ഇറങ്ങുകയും പിന്നെ അതിൻ്റെ ഭംഗി ആസ്വദിക്കണ്ടേ. എന്തായാലും അവിടെ വരെ ചെന്നതല്ലേ, അപ്പോൾ നമുക്ക് അതിനകത്ത് എന്താണെന്ന് അറിയണ്ടേ. 1901 കേട്ടോ ഈ കേവ് ആദ്യമായി കണ്ടുപിടിച്ചത്. ഫ്രഞ്ച് ട്രാവലേഴ്സായിരുന്നു അത് കണ്ടുപിടിച്ചത്. അവർ ഈ ഗുഹയ്ക്ക് കേവ് ഓഫ് സർപ്രൈസ് അല്ലെങ്കിൽ സർപ്രൈസ് കേവ് എന്നാണ് ഒരു പേരും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ സർപ്രൈസ് കേവ് എന്നും പറയും, സംഗ്സോട്ട് കേവ് എന്നും പറയും. 30 മീറ്ററാണ് ഇതിൻ്റെ പൊക്കം വരുന്നത്. 12,200 മീറ്റർ സ്ക്വയർ ഉണ്ട് ഈ കേവ്. ഇടുങ്ങിയ പാറകൾ നിറഞ്ഞ വഴിയാണ് കേട്ടോ. അതിലൂടെ വേണം നമുക്ക് പോകാനായിട്ട്. 600 സ്റ്റെപ്സ് ഉണ്ട് ഈ കേവിനകത്ത്. 100-150ഓളം സ്റ്റെപ്സ് സ്റ്റോണിൻ്റെ സ്റ്റെപ്സാണ് കേട്ടോ. അത് കയറിയിട്ടാണ് നമ്മൾ ഈ കേവിനടുത്തേക്ക് എത്തുന്നത് തന്നെ. വീണ്ടും 600ഓളം സ്റ്റെപ്പ് ഇൻസൈഡ് ദ കേവ്. ആ കേവിനകത്ത് അത്രയും സ്റ്റെപ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. പക്ഷെ ഒട്ടും തന്നെ ക്ഷീണോ ഒന്നും ഫീൽ ചെയ്യില്ല കേട്ടോ. കാരണം അത്രയും കൂളായിട്ടുള്ളൊരു പ്ലേസാണ്. അതുമാത്രമല്ല അതിനകത്തെ കാഴ്ചകൾ അത്ര മനോഹരമാണ് കേട്ടോ. കൂടെ പോന്നോളൂ കേട്ടോ, നിങ്ങളെ കൂടെ കാണിച്ചു തരാം. അത് ഹൈറ്റിലേക്ക് നമ്മൾ കയറുന്തോറും ഈ ബോട്ടും താഴത്തെ ഷിപ്പുകളും എല്ലാം തന്നെ വളരെ താഴെയായിട്ട് ഇങ്ങനെ കാണുന്നത്. അതും ആ കടലിൻ്റെ ഭംഗി, ഒരു പച്ച കളറാണ് ശരിക്കും വെള്ളം കാണുന്നത്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. എനിക്ക് കയറി പോകുന്തോറും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോപ്പുകളുണ്ട് കേട്ടോ. കൂൾ ഡ്രിങ്ക്സും അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ സ്നാക്സും ഉണ്ടാവും അവിടെ. കൂടുതൽ പേരും ടയേർഡാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഒന്ന് നോക്കൂ, എത്ര മനോഹരമാണല്ലേ ആ കാഴ്ച. ഏകദേശം മുകളിലെത്തി കേട്ടോ. അകത്തേക്ക് കയറി തുടങ്ങുകയാണേ. അകത്തേക്ക് ആദ്യം കയറുന്ന സമയത്ത് നല്ല ഇരുട്ടാണ്. ഇത് കണ്ടോ, താഴെ സ്റ്റെപ്പുകൾ കണ്ടോ. ആദ്യം താഴേക്കാണ് കുറച്ച് ഇറങ്ങുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് കയറും. ഈ ഗുഹ ഉണ്ടോ, ഗുഹയുടെ അകത്തുള്ള കാഴ്ചയാണ് കേട്ടത്. എല്ലായിടത്തും തന്നെ ലൈറ്റ്സൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുന്നത് മുഴുവനും ചുണ്ണാമ്പ് കല്ല് കൊണ്ടുള്ള പാറക്കെട്ടുകളാണ്. വിവിധ രൂപങ്ങൾ കാണാം കേട്ടോ. നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് തോന്നും അതൊരു പൂച്ചയാണോ, ഒരു പട്ടിയാണോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണോ. കണ്ടോ, ചിലതൊന്നും എന്തോ ദിനോസറിൻ്റെ എന്താ പറയണ സ്കെൽട്ടൺ ആണോ അങ്ങനെയൊക്കെ തോന്നും കേട്ടോ. അത്ര ഭയങ്കര ഒരു ഭംഗിയും ആണ് അതിനകത്ത് കയറിയ. അതേസമയം നമുക്ക് പേടിയോ ഒന്നും തോന്നുക തന്നെയില്ല. കാരണം മുഴുവനായിട്ടും ലൈറ്റുകളും ഉണ്ട്. പിന്നെ ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ നോർമലി എനിക്ക് പേടിയാവുന്നതാണ്. ഇത് വെള്ളമാണ് കേട്ടോ. ഈ പാറയുടെ അടിയിൽ ഇത് കണ്ടോ, ഇവിടെ ഇത്രയും ഭാഗം വെള്ളമാണ്. ഒരു കുഴി പോലെ വന്നിട്ട് അതിനകത്ത് വെള്ളം. ഭയങ്കര അത്ഭുതമാണ് കേട്ടോ. ഈ ഇത്രയും പാറക്കെട്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണോ ഇങ്ങനെ വെള്ളം വരുന്നത്, ഒരു ഐഡിയ ഇല്ല. എന്തായാലും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. എത്രമാത്രം എൻ്റെ ക്യാമറയിൽ ആ ഭംഗി കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ മുഴുവനായിട്ടും തന്നെ കൂടുതൽ ഭാഗങ്ങളും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാത്തവർക്കും പോകാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ല, കണ്ടവർക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടമാവുന്നില്ല എന്നെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ. പക്ഷേ എനിക്കത് എല്ലാവരെയും കാണിക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ ഭാഗങ്ങളും കട്ട് ചെയ്യാതെ തന്നെ എടുത്തിരിക്കുന്നത്. വളരെ വലിയൊരു കേവാണ് കേട്ടോ. ഒരേ സമയം 1000കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ളൊരു കേവാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഒട്ടും തന്നെ പേടി തോന്നില്ല. സേഫ്റ്റിയെക്കുറിച്ച് ആശങ്ക പോലും തോന്നില്ല.
എണ്ണിയാൽ തീരാത്ത അത്രയധികം പാറകളുടെ രൂപങ്ങളാണ് കേട്ടോ അവിടെ അതിനുള്ളിൽ കാണുന്നത്. ഇത് കണ്ടോ? ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ശരിക്കും ഞാൻ പറഞ്ഞത് സത്യമെന്ന് തോന്നുന്നില്ലേ? ഒരു ദിനോസറിൻ്റെ തല പോലെ തോന്നുന്നില്ലേ അത്? ആരും തന്നെ ഒരിക്കലും മിസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത അത്ര മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഈ ഗുഹയ്ക്കുള്ളിലുള്ളത്. ശരിക്കും പ്രകൃതിയുടെ ഒരു വികൃതി എന്ന് തന്നെ പറയാം അല്ലേ? അത്ര മനോഹരമാണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച എന്താണെന്നറിയോ? ഇത് കണ്ടോ? മുകളിൽ നിന്ന് നമ്മുടെ സീലിങ്ങിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുന്ന ചുണ്ണാമ്പ് കല്ല് കണ്ടോ? വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. എപ്പോഴെങ്കിലും ഇത് കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഭയങ്കര ഭംഗി. ഇത്രയും ഭംഗി എന്താ പറയുക, കളർഫുള്ളാണ്. ഒരു ഇടത്ത് കുറച്ച് ലൈറ്റ് യെല്ലോ ആണെങ്കിൽ കുറച്ച് സ്ഥലത്ത് പ്യുവർ വൈറ്റ്. ഇങ്ങനെയാണ് ഈ പാറകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടോ? ഈ ആഷ് കളറ്. അതുപോലെ തൊട്ട് കഴിയുമ്പോൾ ചില സ്ഥലത്തൊക്കെ നല്ല സ്മൂത്തായിട്ടിരിക്കുന്നു. എന്താണ് ഇത് എന്ന് ശരിക്കറിയില്ല. ഇത് വർഷങ്ങളുടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സീലിംഗ് നോക്കിക്കഴിഞ്ഞാൽ വേവ്സിൻ്റെ, നമ്മുടെ തിരമാലകളുടെ രൂപത്തിലാണ് അവിടെ കാണുന്നത്. കൂടുതൽ ഭാഗങ്ങളും തിരമാലകളുടെ രൂപത്തിലാണ് സീലിംഗ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു അത്ഭുതകരമായ കാഴ്ച തന്നെയാണ് അല്ലേ? ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഇവരിത് ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റിയത് തന്നെയാണ് അല്ലേ ഇവരുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അതാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഗൈഡ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെന്താണെന്ന് വെച്ചാൽ, മില്യൺസ് ഓഫ് ഇയേഴ്സ്, വർഷങ്ങൾക്ക് കുറേ വർഷങ്ങൾക്ക് മുന്നേ വരൾച്ചയും കൊടും ചൂടും ഉണ്ടായിത്രേ. അപ്പോൾ ആ സമയത്തുണ്ടായ കാലാവസ്ഥയിലുള്ള മാറ്റമാണ് പതുക്കെ ഇതുപോലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ചുണ്ണാമ്പ് കല്ല് ഉണ്ടാവാനുള്ള കാരണമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ കടലിൻ്റെ ശക്തമായ മുന്നേറ്റവും അതിൻ്റെ അനന്തരഫലവുമാണ് വളരെ വ്യക്തമായി സീലിങ്ങിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? അപ്പോൾ അവർ പറഞ്ഞു തന്നത് അതാണ്. കടലിൻ്റെ ശക്തമായ ആക്രമണത്തിൻ്റെ ഫലമായി അതിൻ്റെ അനന്തരഫലമാണ് ഈ സീലിങ്ങിൻ്റെ ഉപരിതലം വേവ്സ് പോലെ കാണപ്പെടുന്നത് എന്നാണ് ഗൈഡ് പറഞ്ഞു തന്നത്. എങ്ങനെയായാലും വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു അത്. സീലിങ്ങിലേക്ക് നോക്കിയാലും ഇരുവശങ്ങളിലേക്ക് നോക്കിയാലും ഭയങ്കര നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള കാഴ്ച തന്നെയായിരുന്നു. ഇത് കണ്ടോ? സീലിംഗ് കണ്ടോ? സീലിംഗ് ശരിക്കും വേവ്സ് പോയിരിക്കുന്ന പോലെ, തിരമാലകൾ ഇങ്ങനെ പോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. ട്രാവൽ ചെയ്യുന്ന വഴി കണ്ടോ? ഒരു ചെറിയ വഴിയിലൂടെയാണ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടത്. കണ്ടോ? സ്റ്റെപ്പ് ഇറങ്ങി വളരെ ചെറിയ വഴിയാണ് കേട്ടോ. രണ്ട് സൈഡും ഒരുപാട് താഴ്ചയൊന്നുമില്ല, പിന്നെ ഒരുപാട് സ്റ്റീപ്പും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങി ഒരിറക്കം പിന്നെ ഒരു കയറ്റം, അങ്ങനെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല കേട്ടോ. ഒട്ടും തന്നെ ടയർഡ്നെസ് ഫീൽ ചെയ്തിട്ടില്ല ഈ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട്. താഴത്തെ കല്ലുകളൊക്കെ ഭയങ്കര സ്മൂത്തായിട്ടിരിക്കുന്നത് കേട്ടോ. കാരണം നടന്നായിരിക്കാം, ഒരുപാട് കാലമായിട്ടുണ്ടാവുമല്ലോ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടന്നിട്ടാവാം. അപ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം. ശരിക്കും നല്ല ഷൂസ് ധരിച്ച് പോകണമെന്നാണ് പറയുന്നത് കേട്ടോ. അത്രയ്ക്കൊക്കെ കണ്ടോ? ഇത് കണ്ടോ? ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കയറ്റം, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇറക്കം, അങ്ങനെയാണ് ഈ കേവ് കിടക്കുന്നത്. എല്ലായിടത്തും തന്നെ ലൈറ്റൊക്കെ ഇട്ട് വളരെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നി എന്താണെന്നറിയോ? പല രാജ്യത്തു നിന്ന് വന്നിരിക്കുന്ന, പല ഭാഷകൾ സംസാരിക്കുന്ന, പല നിറത്തിലുള്ള, പല എന്താ പറയുക, പല സ്വഭാവങ്ങളുള്ള ആൾക്കാരാണ് കേട്ടോ. പക്ഷേ എല്ലാവരും തന്നെ ഒരേപോലെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ വീഴാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന ആരായാലും സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച് ക്ഷീണിച്ച് നിൽക്കുന്നവരുടെ കൂടെ അറിയാത്ത ആരൊക്കെയോ ആണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നത്. അവരുടെ കൂടെ വന്നിരിക്കുന്നവർ മുന്നോട്ട് പോയിട്ടുണ്ടാവാം, ചിലപ്പോൾ അവർ ബാക്കിലായിരിക്കാം. അതൊക്കെ ഒരു ഭയങ്കര ഒരു ഭാഷ പോലും അറിയാതെ സഹായിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ശരിക്കും ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം. വളരെ മനോഹരം, എത്ര വർണ്ണിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് കാണാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതും
അതുപോലെ തന്നെ അവിടുത്തെ കാഴ്ചകൾ ഭൂരിഭാഗവും തന്നെ ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പിന്നെ ഇത് പറഞ്ഞോ, ഇത്രയും സ്മൂത്തായിട്ട് കിടക്കുന്നതുകൊണ്ടേ ക്യാമറയും പിടിച്ചുള്ള യാത്ര കുറച്ച് റിസ്ക് ആയിരുന്നു കേട്ടോ. എന്നാലും എനിക്ക് കഴിയുന്നത്ര ഭംഗിയായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. നടക്കുന്ന വഴിയിലെല്ലാം ക്യാമറ ഓണാക്കാതെ ഫോട്ടോസ് എടുക്കാതെ പോകുന്ന അല്ലെങ്കിൽ വീഡിയോ എടുക്കാതെ പോകുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ എവിടെ നിന്നാലും ഭംഗിയാണേ. പോകുന്ന ഓരോ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ടും ഫോട്ടോ എടുക്കാൻ നമുക്ക് തോന്നും. അത്രയ്ക്ക് ഭംഗിയാണ്. ഇത് കണ്ടോ, ഇത്ര രസമാണ്. നോക്ക്, ചില സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാൻ പാടില്ല കേട്ടോ. അവർ റോപ്പ് വെച്ചിട്ട് ഒരു വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പാത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ താഴെ അപ്പുറത്ത് കുഴിയാണോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ല, ചില ഭാഗങ്ങളിൽ കുളം പോലെ, കൊച്ചു കുളങ്ങൾ പോലെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാത്ത വഴിയിലൂടെ നമുക്ക് ഒരിക്കലും അല്ലെങ്കിൽ അങ്ങോട്ട് കടന്ന് ഫോട്ടോ എടുക്കാമെന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. കുട്ടികൾ പോലും അങ്ങോട്ടേക്ക് പോകുന്നത് ശരിക്കും അവർ തടയുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലായിടത്തും തന്നെ വോളണ്ടിയേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ഓരോ മുക്കിലും മൂലയിലെന്ന് പറയണ പോലെ വോളണ്ടിയേഴ്സ് ഉണ്ട്. നമുക്ക് ഗൈഡൻസ് തരാൻ വേണ്ടി അവർ എപ്പോഴും അലേർട്ടാണ് കേട്ടോ. അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, സ്ട്രെയിറ്റ് ആയിട്ട് പോവുക, വേഗം നടക്കൂ എന്നെല്ലാം പറഞ്ഞ് അവർ ഗൈഡൻസ് തരുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒട്ടും തന്നെ പേടി തോന്നില്ല. ഇത്രയും ആളുകളും ഉണ്ടല്ലോ. പിന്നെ ഒരേ സമയം തന്നെ ആയിരക്കണക്കിന് ആൾക്കാരെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത്രയും പേരുള്ളപ്പോൾ നമുക്കൊരിക്കലും പേടി തോന്നില്ലല്ലോ. ഇത് കണ്ടോ, മുകളിലേക്ക് കയറും തോറും അവിടെ ഒരു കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടോ. അവർ നമുക്ക് ഫോട്ടോസ് എടുത്ത് തരും കേട്ടോ. നമുക്ക് പോസ്റ്റ് ചെയ്താൽ മതി. അവിടെ നല്ലൊരു ഭംഗിയുള്ളൊരു പാറയുടെ മുന്നിലാണ് കേട്ടോ. എനിക്ക് അങ്ങോട്ടേക്ക് അടുക്കാനേ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ഫോട്ടോസ് എടുത്തു, പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്താലും കാണുകയില്ലായിരുന്നു, അത്രയ്ക്ക് തിരക്കായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഫോട്ടോ എടുക്കും. അത് കഴിഞ്ഞ് കുറേ മുന്നിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവർ ആ ഫോട്ടോ കീ ചെയിൻ ആക്കിയിട്ട് നമുക്ക് തരും. 2 കീ ചെയിൻ ഫ്രീ തരും. ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് $2 കൊടുക്കണം ഒരു ഫോട്ടോയ്ക്ക്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ആ ഫോട്ടോ വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോയും വാങ്ങി. 2 കീ ചെയിൻ ഫ്രീ ഉണ്ടല്ലോ. ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കൂടെ ഫ്രണ്ടിലേക്ക് നടന്നു കഴിയുമ്പോഴാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആ കീ ചെയിനും തരും. അതുപോലെ ഫോട്ടോസ് നമ്മളെ കാണിച്ചു തരും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ഇതിനകത്തും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ശരിക്കും പറഞ്ഞാൽ ഒരാൾ പോലും ആ ഫോട്ടോസ് വാങ്ങാതിരിക്കില്ല. കണ്ടോ, ഞങ്ങളും വാങ്ങി ഫോട്ടോസ്. 2 കീ ചെയിനും ഫോട്ടോയും വാങ്ങി. അപ്പോൾ ആരും തന്നെ വാങ്ങാതിരിക്കില്ല. അത് അവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് അവരിങ്ങനെയൊരു ഫോട്ടോ എടുക്കുന്ന ഒരു ഇതുകൂടെ ചെയ്തിരിക്കുന്നത് അല്ലേ. എന്തായാലും അതൊരു വർത്ത് തന്നെയാണ് കേട്ടോ. ഒരിക്കലും നമുക്ക് വേസ്റ്റ് ആവില്ല. കാരണം ആ ഒരു പൊസിഷനിൽ അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടെ ഭയങ്കര ഭംഗിയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെയാണ് അവർ ക്യാമറ വെച്ചിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് വേറെ ഫോട്ടോ എടുക്കാനും പറ്റില്ല, നല്ല തിരക്കായിരിക്കും. ഇവിടെ എത്തുമ്പോഴാണ് ഫോട്ടോ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അവിടെ നല്ല തിരക്കായിരുന്നു, എന്നാലും പെട്ടെന്ന് കിട്ടി കേട്ടോ. വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. എന്തായാലും ഗൈഡ് നമ്മുടെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് എല്ലാവരും എത്താതെ എന്തായാലും പോവില്ല. എന്നാലും ഒരു 40 മിനിറ്റ്സ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 50 മിനിറ്റ്സിലെങ്കിലും എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, എത്ര ഹൈറ്റിലാണെന്ന് നോക്കൂ. ഇപ്പോഴും ഗുഹയുടെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കേവിൻ്റെ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങണ ആ ഒരു സ്ഥലം നല്ല ഇരുട്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി, പക്ഷേ എന്നിട്ടും വീണ്ടും നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഗുഹയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ കുറേ സ്റ്റെപ്സ് മുകളിലേക്ക് കയറണം. താഴെ കണ്ട ഒരു പാത്ത്, അവിടെ വേണം നമുക്ക് എത്താനായിട്ട്. അവിടെ വേണം നമുക്ക് എത്താനായിട്ട്. ഇവിടെയാണ് ഷിപ്പ് നമ്മളെ കൊണ്ടുവന്ന് ഇറക്കിയത്. അപ്പുറത്തെ സൈഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്ന് ഫോട്ടോസ് എടുത്തു കേട്ടോ. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, സോവനേഴ്സ് കിട്ടണ കടകൾ, അതുപോലെ ഡ്രിങ്ക്സ്, ഐസ്ക്രീംസ് അതെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷോപ്പുണ്ട്. ഇത് ഒറിജിനൽ പേളാണെന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ പേൾ ഫാക്ടറിയിൽ ഞങ്ങൾ പോയിരുന്നു കേട്ടോ. പേൾ ഫാക്ടറി പോകുന്ന വഴിക്ക് ഒരിടത്ത് കയറിയായിരുന്നു. ഇതുപോലെ ടീഷർട്ട്സ്,
ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് നിന്ന് വാങ്ങാൻ പറ്റില്ലായിരുന്നു. കാരണം ഗൈഡ് ഫ്രണ്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അവരുടെ ബാക്കിൽ തന്നെ നമുക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും വാങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. ഇത് കണ്ടോ, താഴേക്ക് നോക്കൂ. ഇപ്പോഴും നമ്മൾ ഒരുപാട് ഉയരത്തിൽ തന്നെയാണ് കേട്ടോ. താഴേക്ക് ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. താഴേക്ക് ഇറങ്ങി 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 പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡിൽ നിന്ന് കുറേ ഫ്രണ്ടിലേക്ക് പോയിട്ട് അടുത്ത് എന്നിട്ടാണ് നമുക്ക് ഷിപ്പ് കിടക്കുന്നിടത്ത് എത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ നടക്കണം കേട്ടോ. ഇതാ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ ഭയങ്കര കൊക്ക പോലെ തോന്നും കേട്ടോ. ഭയങ്കര താഴ്ചയുണ്ടേ, നല്ല താഴ്ചയുണ്ട്. പിന്നെ നമ്മളിതെല്ലാം ആ ലൈറ്റ് കാണുന്ന വഴികളെല്ലാം നമ്മൾ നടന്നു വന്ന വഴികളാണ്. ഇത് കണ്ടോ, ലൈറ്റ് കാണുന്ന വഴികളിലൂടെയൊക്കെയാണ് നടന്നത്. അതിൽ കൂടെ വളഞ്ഞ് തിരിച്ച് ഇങ്ങനെ കയറി വരുവാണ് കേട്ടോ. ഇവിടെ നിന്ന് താഴേക്ക് നോക്കാൻ നല്ല ഭംഗിയാണ്, പക്ഷെ ഭയങ്കര പേടിയാവും താഴേക്ക് നോക്കുമ്പോൾ. നല്ല രസമുള്ള കാഴ്ചകളാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കല്ലെല്ലാം നടന്ന് ഭയങ്കര സ്മൂത്തായി. അപ്പോൾ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ നേരെ താഴേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിരിക്കണം. താഴെ കണ്ടോ, എന്തൊരു ഭംഗിയാണ് നോക്കുക കാണാനായിട്ട്. എവിടെയാണ് ക്യാമറ, ഏത് ആംഗിളിൽ ക്യാമറ വെച്ചാലും ഭയങ്കര ഭംഗിയാണ് കണ്ടോ. ഈ താഴെ കൂടെ ആളുകൾ നടന്നു പോകുന്നുണ്ടോ, അവിടെയാണ് നമുക്ക് എത്തേണ്ടത് കേട്ടോ. ആ പോകുന്ന വഴിക്കിൽ ഇവിടെ ഒരു പാലം പോലെയുണ്ട്, അത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ആ പാലത്തിലൂടെ വേണം നമുക്ക് പോകാനായിട്ട്. ഇപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് വേണം നടന്ന് പോകാനായിട്ട്. അത്ര അധികം നടക്കാനുണ്ട് കേട്ടോ, ഇനിയും നടക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം ഉള്ളിൽ തന്നെ 600 സ്റ്റെപ്പ് നമ്മൾ നടക്കുന്നുണ്ട്. പിന്നെ പുറത്ത് ഫസ്റ്റ് നമ്മൾ കയറിയത് 150 സ്റ്റെപ്പാണ്. തിരിച്ചിറങ്ങുന്നത് അതുപോലെ തന്നെ 150 സ്റ്റെപ്പ് ഇറങ്ങണം. എന്നാൽ മാത്രമാണ് നമുക്കിവിടെ എത്താൻ പറ്റുള്ളൂ. 40 മിനിറ്റ് എന്ന് അവർ പറഞ്ഞാലും നമുക്ക് കുറച്ച് സമയം തരുന്നുണ്ട് കേട്ടോ. ഒരു 50 മിനിറ്റ്സ് 1 hour ആവുന്നുണ്ട് പലരും നടന്നെത്തുമ്പോൾ. അതുവരെ എന്തായാലും ഷിപ്പ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിൻ്റെ ക്യാമറ ശരിക്കും ഷെയ്ക്ക് ആവുന്നുണ്ട്. എനിക്ക് നടന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സ്റ്റെപ്സ് ഇറങ്ങി കഴിയുമ്പോൾ വല്ലാതെ ഞാൻ അണയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാവരും തന്നെ ഓരോ സ്പോട്ടിലെത്തുമ്പോഴും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ തോന്നും. അത്ര മനോഹരമാണ് അവിടുത്തെ കാഴ്ചകൾ. എത്ര വർണ്ണിച്ചാലും എനിക്ക് തീരുന്നില്ല, അത്ര മനോഹരമാണ്. അത് കണ്ടോ, ഏകദേശം നമ്മൾ താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. താഴേക്ക് ഇറങ്ങി എത്തിക്കഴിഞ്ഞ് ഇതുപോലൊരു പാലമുണ്ട്. ആ പാലം ചുറ്റി വേണം നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ കേട്ടോ. പാലത്തിൽ കൂടെ നടന്ന് കുറച്ച്, ഇത് ഫ്ലാഗ് അവിടെ വെച്ചിരിക്കുന്ന കേട്ടോ. എന്ത് രസമാണ് നോക്ക്. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കും. അത്രയ്ക്ക് ഭംഗിയാണ് കാണാനായിട്ട്. ഞങ്ങളും ഫോട്ടോ എടുത്തു കേട്ടോ. പാലത്തിൽ കൂടെ നടക്കാണ് കേട്ടോ. പാലത്തിൽ കൂടെ പതുക്കെ നടന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈഡിലുള്ള പാറക്കല്ലുകളൊന്നും അവർ കളയാതെ തന്നെയാണ് ആ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. ആ 2 ഇടത്തും കാണുന്നതും ഷോപ്സാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയും ഫ്രണ്ടിലേക്ക് നമുക്ക് നടക്കണം കേട്ടോ. ഈ കടകളുടെ മുന്നിൽ കൂടെ അങ്ങ് പോയിട്ട് വീണ്ടും കഴിഞ്ഞിട്ടില്ല. ആ വെള്ളത്തിന് സൈഡിൽ കൂടെയാണ് ഇത് കെട്ടിയിരിക്കുന്നത്. ആ വെള്ളത്തിന് അതിൽ കൂടെ പോയിട്ട് അപ്പുറത്തെ സൈഡിലെത്തിയാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ക്രൂയിസിൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ സ്പീഡിൽ തന്നെ നടക്കുകയാണ്. കാരണം മാക്സിമം നേരത്തെ എത്തിയാലാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. നേരത്തെ ദൂരേന്ന് നമ്മൾ കണ്ടില്ലേ, ആ ഷോപ്പുകളാണ് കേട്ടോ. 2 ഷോപ്പുകളുണ്ട്. ആ 2 ഷോപ്പുകളുടെയും അകത്തു കൂടെ മാത്രമാണ് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. എല്ലാവരും അകത്തൂടെ പുറത്തേക്ക് ഇറങ്ങാണ്. കുറച്ച് പേരൊക്കെ എന്തൊക്കെയോ വാങ്ങുന്നെല്ലാം ഉണ്ട് കേട്ടോ. നമ്മുടെ കൂടെ വന്നവരാരും തന്നെ ഒന്നും വാങ്ങിയില്ല. ഈ പാലം കൂടെ കടന്ന് അപ്പുറത്തെത്തി കഴിഞ്ഞാൽ നമ്മുടെ ക്രൂയിസ് കിടക്കുന്ന സ്ഥലത്തെത്താം കേട്ടോ. പക്ഷേ താഴെ എത്തിയെന്ന് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ, നല്ലോണം നടക്കാനുണ്ട്. ശരിക്കും ക്ഷീണിച്ചു താഴെ എത്തിയതിന് ശേഷം. അകത്ത് ഇത്രയും നടന്നിട്ടും ഒരു ക്ഷീണവും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ക്രൂയിസ് കിടക്കുന്നതാണെങ്കിൽ അപ്പുറത്തെ അറ്റത്തായിരുന്നേ, 4-5 ക്രൂയിസിൻ്റെ അപ്പുറത്തായിരുന്നു കേട്ടോ. ആ ഒരു നടക്കൽ ശരിക്കും അവശതയായി കേട്ടോ. അങ്ങനെ നടന്ന് ഏകദേശം ഷിപ്പിനടുത്ത് എത്തി കേട്ടോ. ഓരോ ഗൈഡുകളും അവരവരുടെ കൂടെ വന്ന ആളുകളെ, ടൂറിസ്റ്റുകളെ ഷിപ്പിലേക്ക്, അവർ വന്ന ഷിപ്പിലേക്ക് കയറാനുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞങ്ങളും ഞങ്ങളുടെ ഷിപ്പിൻ്റെ അടുത്തതാ
ഹാലോങ് ഡയമണ്ട് ക്രൂസിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഞങ്ങളും ഷിപ്പിനകത്തേക്ക് കയറുകയാണ് കേട്ടോ. വീണ്ടും ഒരു അരമണിക്കൂർ കൂടി ഷിപ്പിലിരുന്നാൽ മാത്രമാണ് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഷിപ്പിനകത്തേക്ക് കയറി. അവിടെ ചായയും പഴംപൊരിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാവരും കൂടി സംസാരിച്ച് ഞങ്ങൾ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. തിരിച്ച് താഴെ ഇറങ്ങി വരുമ്പോൾ തന്നെ അവർ അനൗൺസ് ചെയ്തു, അടുത്ത ഡെസ്റ്റിനേഷൻ ആകാറായി, എല്ലാവരും റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തു. അപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ബോട്ടിങ്ങും ആണ്. നമ്മളെ ബോട്ടിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ നമുക്ക് കയാക്കിങ് ചെയ്യാം, നമുക്ക് സ്വന്തമായിട്ട് പെഡൽ ബോട്ട് ചവിട്ടി പോകാം. അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് അവർ പറയുന്നുണ്ട്. ഞങ്ങളെന്തായാലും ഓപ്റ്റ് ചെയ്തത് ഒരു ബോട്ടിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ടിലിരുന്നാൽ മതിയല്ലോ, അവർ തന്നെ തുഴഞ്ഞു കൊണ്ടുപോകും, നമുക്ക് കുറച്ചുകൂടെ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. ഇതിന് ആഴമുണ്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ലല്ലോ. ഒരു ഐലൻഡിൻ്റെ പോലത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ. ആഴം കുറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇതുപോലെ ലൈഫ് ജാക്കറ്റ്സ് ഇട്ട് ആണ് കൊണ്ടുപോകുന്നത്. ഇത് കണ്ടോ, കൊട്ടവഞ്ചി പോലെ നമുക്ക് തോന്നും, പക്ഷെ ബോട്ടുകളാണ് കേട്ടോ. നിറയെ ബോട്ടുകൾ, കൊച്ചു കൊച്ചു ബോട്ടുകൾ. അതിലേക്ക് ചുണ്ണാമ്പ് കല്ലുകൾ കൊണ്ട് രൂപപ്പെട്ട പാറകൾ തന്നെയാണ്. അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് കണ്ടോ, മുഴുവനും വെള്ളത്തിൽ മുഴുവനും തന്നെ ബോട്ടുകളായിരുന്നു. എവിടെ നോക്കിയാലും ബോട്ടുകളായിരുന്നു. നിറയെ ആ പാറകളുടെ അടുത്തേക്കാണ് നമുക്ക് പോകുന്നത് കേട്ടോ. പാറ ഒരു ഗുഹാമുഖം പോലെ നമുക്ക് തോന്നും. ആ ഒരു രൂപത്തിൽ പാറയുടെ താഴെ കൂടെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് കേട്ടോ. ചുറ്റും നിറയെ ബോട്ടുകളും നിറയെ ആളുകളും, ഭയങ്കര ഒരു എന്താ പറയുക, ഒരു വൈബായിരുന്നു കേട്ടോ. ഒച്ചയും ബഹളവും. കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഈ ഒരു ഇതിൻ്റെ താഴെ കൂടെ നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര ഒച്ചയായിരുന്നു കേട്ടോ. കാണാം, ഇത് നിറയെ ബോട്ടുകളുണ്ട്. ഞാൻ കുറച്ച് ആ ഒരു സൈഡ് എത്തിക്കഴിഞ്ഞപ്പോൾ ബോട്ടുകളൊന്നും ഇല്ലാതെ എനിക്ക് ആ കറക്റ്റ് വ്യൂ കിട്ടിയായിരുന്നു. നിറച്ച് ബോട്ടുകൾ എന്ന് വെച്ചാൽ നിറച്ച് ബോട്ടുകൾ. ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, എത്ര ബോട്ടുകളാണ് നോക്കൂ. ആ ഒരു ഗ്യാപ്പിൽ കൂടെ താഴെ കൂടെ ഇങ്ങനെ അവിടെ എത്തുമ്പോൾ പതുക്കെ ഒന്ന് തുഴയുന്ന ആളൊന്ന് തല കുമ്പിടും കേട്ടോ, അല്ലെങ്കിൽ തല ഇടിക്കും. അങ്ങനെ ഇത് കണ്ടോ, നമ്മൾ അതിനകത്തേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ അത്രയും ഭാഗത്തേക്ക് കയറുന്ന ആ ഒരു സമയത്ത് നല്ല ഇരുട്ടാണ് അവിടെ. പക്ഷേ അപ്പോൾ എല്ലാവരും കൂടെ ഭയങ്കര കൂവലായിരുന്നു. പല രാജ്യത്തു നിന്നുള്ള ആളുകൾ, പല ആൾക്കാരല്ലേ. അപ്പോൾ എല്ലാവരും ചെറുപ്പക്കാരുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം എന്തായാലും ഭയങ്കര രസമായിരുന്നു. ഇത് കണ്ടോ, ഇതിനകത്തേക്ക് ഇങ്ങനെ നമ്മൾ കയറി ഇങ്ങനെ വരുന്ന സമയത്ത് അകത്തേക്ക് അങ്ങ് എത്തിക്കഴിയുമ്പോഴേക്കും ഭയങ്കര ഇരുട്ടാവും. പെട്ടെന്ന് സൂര്യൻ മറഞ്ഞ പോലെ ഒരു ഫീലായിരിക്കും നമുക്ക്. അപ്പോൾ എല്ലാവരും കിടന്ന് ഒച്ച ഉണ്ടാക്കും കേട്ടോ. അത് ഇനി തിരിച്ച് നമ്മൾ വീണ്ടും അവിടെ വരെ പോവുള്ളൂ. ആ ഒരു ഗുഹയുടെ അതിൻ്റെ അകത്തൂടെ കയറി പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം തിരിച്ച് ബോട്ട് അതുവഴി തന്നെ തിരിച്ചു പോരും. ഇത് കണ്ടോ, ഇതെല്ലാം കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ. ചുണ്ണാമ്പ് കല്ലാണ്. ഇവിടെ ഈ ഹാലോങ് ബേയിൽ അവർ പറയുന്ന 1000 ചുണ്ണാമ്പ് കല്ലുകളുടെ മൗണ്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത്രയധികം ഉണ്ട് ഇവിടെ ചുണ്ണാമ്പ് കല്ലിൻ്റെ മൗണ്ടൻസ്. ഈ ഹാലോങ് ഇപ്പം നമ്മൾ പോയ സർപ്രൈസ് കേവ് അല്ല ആക്ച്വലി ഏറ്റവും വലിയ കേവ് കേട്ടോ. ഇതിനേക്കാളും ഭംഗിയുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വേറെ കേവ് ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നമുക്ക് പോകാനായിട്ട് അവർ തന്നത് ഈ ഒരു കേവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റിയില്ല. ഇത് കണ്ടോ, ഇതിപ്പോൾ നമ്മൾ കാണുന്ന പോലെ പാറക്കെട്ട്, നമ്മുടെ ഇവിടെ കാണുന്ന പോലെ നോർമൽ ഒരു പാറയല്ല. അതിനകത്തെല്ലാം ഈ ചുണ്ണാമ്പ് കല്ലുകളാണ് ആ പാറക്കെട്ടുകളുടെ മെയിനായിട്ടുള്ള ഇത് കേട്ടോ. അതിൻ്റെ പുറത്തൊക്കെ ഓരോ പാറയുടെയും കണ്ടോ, പുറം ഭാഗമെല്ലാം ഈ ചുണ്ണാമ്പ് കല്ല് കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രത്യേക ഒരു രസം ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ കാണുന്ന ആ പാറക്കെട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു കേട്ടോ അത് കണ്ടോ. ഈ ഗുഹ ഉണ്ടോ കറക്റ്റായിട്ട്, നല്ല രസമല്ലേ കാണാനായിട്ട്. നമുക്ക് അതിലൂടെ ഇങ്ങനെ അതിനടിയിൽ കൂടെ പോകുമ്പോൾ ഒരു പ്രത്യേക രസം, അത്രയേ ഉള്ളൂ. നമ്മൾ ബോട്ടിങ്ങിന് പോകുന്ന ഒരു ഫീല്. പിന്നെ പുതിയൊരു സ്ഥലം, പുതിയ കുറേ എന്താ പറയുക, ചുറ്റും
മലകളാണ് കേട്ടോ. മലകളും മരങ്ങളും അതിനിടയിലൂടെ നല്ല പച്ച കളർ വെള്ളത്തിലൂടെ ഒരു യാത്ര. ഒരു ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണത്. പിന്നെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്നറിയോ? നമുക്ക് മലയാളത്തിൽ എന്ത് വേണമെങ്കിലും പറയാം. ഒച്ചയെടുക്കാം, ആർക്കും മനസ്സിലാവില്ലല്ലോ. ഒറ്റ മലയാളികളും ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻസ് ആണെങ്കിലും അവർക്ക് ഹിന്ദിയും ഇംഗ്ലീഷും മാത്രമേ കൂടെ ഉള്ളവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ കിടന്ന് ഒച്ചയെടുത്താലൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സംസാരിച്ചാലൊന്നും ആർക്കും മനസ്സിലാവില്ലായിരുന്നു. അങ്ങനെ തിരിച്ച് ഷിപ്പിനടുത്തേക്ക് എത്താറായി കേട്ടോ. ഓരോ ഷിപ്പിലേക്കും ഇത് കണ്ടോ, ആളുകൾ കയറി പോകുകയും ഇറങ്ങി വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഷിപ്പിനടുത്തേക്ക് ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 150 സ്റ്റെപ്പ് മുകളിലേക്കും 150 സ്റ്റെപ്പ് താഴേക്കും പിന്നെ 600 സ്റ്റെപ്പോളം അതിനകത്തൂടെയും നടന്നിട്ടാണ് കേട്ടോ നമ്മൾ വരുന്നത്. ഇതൊരു ഷിപ്പാണ്. ഇതിനകത്ത് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും തന്നെ ലൈറ്റ്സും ഇത് കണ്ടു. ഓരോ ഷിപ്പിനകത്തുനിന്ന് വരുന്ന ലൈറ്റ്സ് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നതാണ് നമ്മുടെ ഷിപ്പ്. ഇത് ഹനോയി എന്നാണ്. ഞങ്ങളുടെ ഷിപ്പിൻ്റെ പേര് ഹലോങ് ഡയമണ്ട് ക്രൂയിസസ് എന്നായിരുന്നു കേട്ടോ. ഷിപ്പിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് അപ്പുറത്ത് കിടക്കുന്ന ഷിപ്പുകളൊക്കെ ഒന്ന് എടുത്താണ് കേട്ടോ. ഒരു 20ഓളം ഷിപ്പുകൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. എല്ലാത്തിലേക്കും ആളുകൾ കയറി നോക്കൂ. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഒരേ സമയത്തേക്ക് ആണ് കേട്ടോ ഷിപ്പ് അവിടെ പാർക്ക് ചെയ്തതും അതുപോലെ ആളുകൾ ഇറങ്ങിയതും ഏകദേശം ഒരേ സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരേ സമയത്ത് തന്നെ ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എത്ര ഭംഗിയാണെന്ന് നോക്കൂ കാണാനായിട്ട്. ഷിപ്പിൻ്റെ മുകളിൽ പോയിട്ട് കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഭയങ്കര ക്രേസാണ് കേട്ടോ. ഫോട്ടോ എത്ര എടുത്താലും മതിയാവില്ല. ഇത് കണ്ടോ, ബാക്കിൽ ഗോൾഡൻ ക്രൂസസ് എന്നാണ് അതിൻ്റെ പേര്. അതുപോലെ തന്നെ ഫുൾ ഗോൾഡൻ കളറാണ് കേട്ടോ. ഇത് കണ്ടോ, ബോട്ടിൽ നിന്ന് ഷിപ്പിലേക്ക് 2 സൈഡിലും നിന്നും ആളുകളെ കയറ്റുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു മൗണ്ടൻ്റെ ടോപ്പിലാണ്. ആ മൗണ്ടൻ ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ആ ഒരു പ്രദേശം മുഴുവനും തന്നെ കാണാൻ പറ്റും. അതാണ് മുകളിൽ നിന്നുള്ള വ്യൂ. ആ ഒരു ടോപ്പ് വ്യൂ അത് കിട്ടും എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അപ്പോൾ വീണ്ടും ഷിപ്പിലേക്ക് ഓരോ പ്രാവശ്യം നമ്മൾ കയറുമ്പോഴും അതിലത്തെ സ്റ്റാഫ് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. അവിടുത്തെ പ്രത്യേകതകൾ, അവിടെ എന്തൊക്കെ ചെയ്യണം, അവിടെ എത്ര ടൈം സ്പെൻഡ് ചെയ്യാം, ഇതെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ ഇറങ്ങി കേട്ടോ. ടീ ടോപ്പ് ഐലൻഡ്, അതാണ് അടുത്ത ഡെസ്റ്റിനേഷൻ്റെ പേര്. ഇതുപോലെ നമുക്ക് കടൽ തീരത്ത് കൂടെ ഇങ്ങനെ നടക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ചെന്നതിന് ശേഷം മുകളിലേക്ക് സ്റ്റെപ്പുണ്ട് കേട്ടോ. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്സും ആയിരുന്നു. അതുപോലെ തന്നെ ഹാൻഡ് റെയിൽസും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്റ്റീപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് കയറുമ്പോൾ തന്നെ നന്നായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു. കുറേ നേരം ഇതുപോലെ ഈ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ നടന്നു. അതിനുശേഷം ഞങ്ങൾ മുകളിലേക്ക് കയറിയിട്ടോ. എല്ലാ ഡെസ്റ്റിനേഷനിലും അവർ തരുന്നത് 40 മിനിറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു 40 മിനിറ്റ്സിനുള്ളിൽ കവർ ചെയ്ത് വരണം. അതിന് വേണ്ടിയിട്ട് ആണ് എല്ലാവരും സ്പീഡിൽ തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളും അവരുടെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൂടെ വന്ന ആരെയും തന്നെ കാണുന്നില്ല. ശരിക്കൊന്ന് പേടിച്ചു. പിന്നെ ഗൈഡിൻ്റെ ഷിപ്പിലെ സ്റ്റാഫിൻ്റെയൊക്കെ നമ്പർ കയ്യിലുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, എല്ലാവരും ഫ്രണ്ടിലുണ്ടാവുമെന്നൊരു ധാരണയിൽ അങ്ങനെ നടന്നു. സ്റ്റെപ്സ് കയറി ഇത് കണ്ടോ, ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്, റെസ്റ്റ് റൂമുണ്ട്, വാഷ്റൂമുണ്ട്. അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് മുകളിലേക്ക് ഇതുപോലെ സ്റ്റെപ്പ് കയറാണ് കേട്ടോ. നല്ല സ്റ്റീപ്പായിരുന്നു. എന്ന് വെച്ചാൽ ഹാൻഡ് റെയിൽ ഇല്ലാത്തതുകൊണ്ടേ കുറച്ച് സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് റൈറ്റിലേക്ക് തിരിഞ്ഞ് അങ്ങനെയൊക്കെയാണ് സ്റ്റെപ്സ് വെച്ചിരുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് പോകുന്നത്. മുകളിലേക്ക് പോകുന്നുണ്ടോ, ഭയങ്കര സൈഡിൽ നമുക്ക് പേടിയാവുമായിരുന്നു. കുറേ ദൂരം ചെല്ലുമ്പോഴേക്കും ഹാൻഡ് റെയിൽ ഇല്ലാത്തതുകൊണ്ട് പലരും അതുകൊണ്ട് പ്രായമായവരൊക്കെ കുറച്ച് ദൂരം പോയതിന് ശേഷം താഴേക്ക് തിരിച്ചിറങ്ങി വന്നു കേട്ടോ. അതും ബുദ്ധിമുട്ടാണ്. കാരണം ഒരേ ഇതിലൂടെ മാത്രമാണ് മുകളിലേക്ക് കയറുന്നതും താഴേക്ക് ഇറങ്ങുന്നതും. അതും അപ്പോൾ ബുദ്ധിമുട്ടാണ്. കാരണം ഒരാളെ അപ്പുറത്ത് കൂടെ കുറച്ച് പേര് ഇറങ്ങുന്നു, ഇപ്പുറത്ത് കൂടെ കുറച്ച് പേര് കയറുന്നു. സൈഡിലാണെങ്കിൽ ഇതുപോലെ
മുകളിലേക്ക് എത്തുന്തോറും ഭയങ്കരമായിട്ട് സൈഡിലൊന്നും ഇല്ലല്ലോ, ഹാൻഡ് റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കുറേ പേരുണ്ട്, പ്രായമായവരൊക്കെ ഇടയ്ക്ക് വെച്ച് നിൽക്കും. അപ്പം നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ കൂടെ നിൽക്കുക തന്നെ നിർത്തിയുള്ളൂ. അങ്ങനെ മുകളിലെത്തി കഴിയുമ്പോഴുള്ള കാഴ്ച ഭയങ്കര രസമാണ്. നേരത്തെ കേവിൽ, സാങ്സോട്ട് കേവിൽ പോയപ്പോൾ മുകളിലെത്തിക്കഴിഞ്ഞ് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു കാഴ്ചയില്ല, അതുപോലെ തന്നെ കുറച്ച് നല്ല ഹൈറ്റിലെത്തിയപ്പോൾ മാത്രം റോപ്പ് വെച്ചിട്ട് അവർ ഹാൻഡ് റെയിൽസ് വെച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് കുറച്ച് കഴിഞ്ഞ് എല്ലാവരും ഷിപ്പിലേക്ക് തിരിച്ചെത്തിയിട്ടോ. അത് ഈ പയ്യൻ്റെ ബർത്ത്ഡേ ആണ്. ഷിപ്പിൽ എല്ലാവരും കൂടെ ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു രസമാണല്ലേ, എല്ലാവരും കൂടെ ഒരുമിച്ചൊരു ബർത്ത്ഡേ ആഘോഷം. അറിയാത്ത കുറേ ആൾക്കാർ എല്ലാവരും തന്നെ വിഷ് ചെയ്യണു. അങ്ങനെ 3rd ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു. ഇനി അരമണിക്കൂറിനകം ഷിപ്പിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങി. കുറച്ചധികം നേരം തന്നെ അതിലൂടെ എല്ലാം നടന്നു. ഒരുപാട് ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലൂടെ ഇങ്ങനെ വെറുതെ നടന്നു. അതിനുശേഷം തിരിച്ച് റൂമിലേക്ക് പോന്നു. നാളെ ദനാങ്ങിലേക്കാണ് കേട്ടോ പോകുന്നത്. എന്നും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.